എല്ലാവർക്കും നമസ്കാരം. ഞാൻ ലീന റോയ് ഫ്രം LR ബൊട്ടിക് കൊമ്പിടിഞ്ഞാമക്കൽ. ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ. ഈ പേയ്മെന്റ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും എനിക്ക് സ്ക്രീൻഷോട്ട് വിടണം കേട്ടോ. കാരണം കുറെ പേര് പേയ്മെന്റുകൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആരുടെയൊക്കെയാണ് വന്നിരിക്കണേന്ന് നോക്കി കണ്ടുപിടിക്കാന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമില്ല. അതുകൊണ്ട് പേയ്മെന്റ് ചെയ്താൽ ഉടനെ നിങ്ങൾ ആ സ്ക്രീൻഷോട്ട് എനിക്ക് അയച്ചു തരണം. അതല്ലെങ്കിൽ പിന്നെ കൺഫ്യൂഷനായി, നിങ്ങൾ പറഞ്ഞ ബാഗ് കിട്ടിയില്ല, ഞങ്ങൾ പേയ്മെന്റ് ചെയ്തു എന്നൊക്കെ പറയുന്നു. അതുകൊണ്ടാണ് ഞാനത് പറയുന്നത് കേട്ടോ. എല്ലാവരും പേയ്മെന്റ് ചെയ്താൽ ഉടനെ തന്നെ എനിക്ക് ആ സ്ക്രീൻഷോട്ട് ഒന്ന് അയച്ചു തരണം. ഇന്ന് നമുക്ക് വീണ്ടും കുറച്ച് ബാഗുകളുടെ വീഡിയോസ് കാണാം. റീസ്റ്റോക്ക് വീഡിയോ ആണ്. കാരണം ഒരുപാട് കസ്റ്റമേഴ്സ് ചില ബാഗുകളൊക്കെ വീണ്ടും വീണ്ടും കൊണ്ടുവരണം എന്ന് പറഞ്ഞ് ആവശ്യപ്പെട്ടിരുന്ന കുറച്ച് ബാഗുകളൊക്കെ അതിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് അങ്ങനെയുള്ള ബാഗുകളുടെ മാത്രം ഒരു കളക്ഷനാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് കണ്ടു തുടങ്ങാം. ഫസ്റ്റ് വരുന്ന ബാഗ്, ഇന്ന് കാണിക്കുന്ന ബാഗുകളെല്ലാം ചെറിയ ബാഗുകളാണ് കേട്ടോ. ലെങ്തില് നല്ല ലെങ്തില് ഷോൾഡർ ബാഗ് ആയിട്ട് ഉപയോഗിക്കാൻ അങ്ങനത്തെ സ്ലിംഗ് ഉള്ള ബാഗുകൾ വേണമെന്ന് കസ്റ്റമേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് ആദ്യമേ ഈ കാണിക്കുന്ന ബാഗ് ഒരു ഡാർക്ക് മെറൂൺ ഷെയ്ഡാണ്. അംബിക ബ്രാൻഡിൽ വന്നിരിക്കുന്ന ബാഗാണ്. ഇതിന് ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ പിടിക്കാം. കുറച്ച് ഭാഗം ചെയിനും പിന്നെ കുറച്ച് ഭാഗം ഈ വാറുമാണ്. അപ്പൊ ഇതുപോലെ കയ്യിൽ പിടിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പിടിക്കാം. അതല്ല ഇങ്ങനെ ഇട്ടുകൊണ്ട് നടക്കണമെങ്കിൽ ഇതുപോലെ ഇടാം. ഇനി ഇത് രണ്ടും അല്ല, നിങ്ങൾക്ക് നല്ല നീളത്തില് തോളിലിടാനാണെങ്കിൽ ഇതാ ഇതിന്റെ ഉള്ളില് തോളിലിടാനായിട്ടുള്ള സ്ലിങ്, ലെങ്തിലുള്ള സ്ലിങ് ആണിത്. ഇത് അവൈലബിൾ ആണ്. ഇത് ഫ്രണ്ട് സൈഡ് വരുന്നത് ഇതുപോലെ ഒരു ചെറിയൊരു ഡിസൈൻ ആണ് റൗണ്ടില്. ബാക്ക് സൈഡില് ഒരു സിബും ഒരു പോക്കറ്റും ഉണ്ട്. പിന്നെ ഇത് ഓപ്പൺ ചെയ്യുമ്പോ ഇങ്ങനെ സെന്ററിൽ ഒരു സിബാണ്. ഈ സിബ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാല് ഇതിന്റെ ഉള്ളില് ഒരു സൈഡിൽ ഇതുപോലെ സിബും പോക്കറ്റും ആയിട്ടുള്ള ചെറിയൊരു പൗച്ച് ഉണ്ട്. ഇപ്പുറത്തെ സൈഡിൽ സിബില്ല, വേറൊരു പൗച്ചും ഉണ്ട്. അപ്പൊ നമുക്ക് വല്ല ഇത്തിരി കോയിനോ ക്യാഷോ ഒക്കെ അങ്ങനെ അതിന്റെ ഉള്ളിൽ വെക്കാം. പിന്നെ ഇതിന്റെ ഉള്ളിൽ നമുക്ക് 3 ഫോൾഡിന്റെ കുട, 450 ml വെള്ളം കുപ്പി ഒക്കെ നമുക്ക് ഇതിന്റെ ഉള്ളിൽ വെക്കാൻ പറ്റും. ഇതൊരു എന്താ പറയാ, ഒരു സ്റ്റാൻഡേർഡ് ലുക്കുള്ള ഒരു ബാഗാണ്. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 750. ഇപ്പൊ ഞാൻ കാണിച്ചത് ഒരു ഡാർക്ക് മെറൂൺ ഷെയ്ഡാണ്. പിന്നെ ഇതിൽ വന്നിരിക്കുന്ന ഷെയ്ഡ് എന്ന് പറയുന്നത് നല്ലൊരു ബീജ് ഷെയ്ഡ്. പിന്നെ വന്നിരിക്കുന്ന ഷെയ്ഡ് എന്ന് പറയുന്നത് ഒരു ബ്രൗൺ ഷെയ്ഡ്. ഇങ്ങനെ 3 ഷെയ്ഡുകളിലാണ് ഈ ബാഗുകൾ അവൈലബിൾ ആയിരിക്കുന്നത്. ഇതിന്റെ എല്ലാം റേറ്റ് വന്നിരിക്കുന്നത് 750. നെക്സ്റ്റ് ബാഗ്, ഇത് ഞാൻ മുമ്പ് കാണിച്ചിരിക്കുന്ന ബാഗ് തന്നെയാണ്. നിങ്ങൾക്ക് കുറെ പേര് എന്റെ കയ്യിൽ നിന്ന് ഈ ബാഗ് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന് വരുന്നത് ചങ്ങലയാണ്. ഇത് നമുക്ക് 2 തരത്തിൽ പിടിക്കാം. ഇതുപോലെ ഷോൾഡറിൽ ഇങ്ങനെ നീട്ടിടണമെങ്കിൽ അങ്ങനെ ഇടാം. അതല്ല ഇങ്ങനെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് ഇട്ടുകൊണ്ട് നടക്കാം. അതല്ലെങ്കിൽ കയ്യിൽ പിടിക്കണമെങ്കിൽ കയ്യിൽ പിടിക്കാം. 2 തരത്തിൽ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. ചങ്ങലയിലാണ് വന്നിരിക്കുന്നത്. ഇതിന്റെ ഈ ഡിസൈൻ കണ്ടോ, ഇങ്ങനെ ഒരു ലൈൻ നല്ലൊരു ഭംഗിയുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു ബാഗാണ്. ഇതിന് ഇതുപോലെ ഓവൽ ഷേപ്പിലുള്ള ഒരു ഡിസൈന് പ്രസ് ബട്ടൺ ആണ്. ഇത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ സെന്ററിൽ ഒരു സിബും പൗച്ചും ഉണ്ട്. അപ്പുറത്തും ഇപ്പുറത്തും 2 കള്ളി. ഇത് നമുക്ക് ഇതിൽ കൊടയോ വെള്ളത്തിന്റെ കുപ്പി ഒന്നും വെക്കാൻ പറ്റില്ല. മൊബൈല്, നമുക്ക് ബാങ്കിന്റെ പാസ്ബുക്ക് അല്ലെങ്കിൽ കണ്ണാടിക്കൂട് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ മാത്രം ഇട്ട് നമുക്ക് ഇതിന്റെ ഉള്ളിൽ ഇനി വേറൊരു ചെറിയ പേഴ്സ് വെക്കണമെങ്കിൽ അങ്ങനെ വെക്കാം. അങ്ങനെ നമുക്കൊരു ഔട്ടിങ്ങിനൊക്കെ പോകുമ്പോൾ ഇങ്ങനെ തോളിലിട്ടുകൊണ്ട് പോകാൻ പറ്റുന്ന ഒരു ബാഗാണ്. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 400 രൂപ. ഇപ്പൊ ഈ കാണിച്ചില്ലേ, ഞാനിപ്പോ ഈ കാണിക്കുന്ന കളർ എന്ന് പറയുന്നത് ഒരു ചെറുപയർ പച്ചയുടെ ഷെയ്ഡാണ്. പിന്നെ ഇതിൽ വന്നിരിക്കുന്ന ഷെയ്ഡ് നല്ലൊരു മൗ ഷെയ്ഡ്. പിന്നെ വന്നിരിക്കുന്ന ഷെയ്ഡ് ഒരു കോഫിയുടെ ഷെയ്ഡ്. പിന്നെ വന്നിരിക്കുന്ന ഷെയ്ഡ് ഒരു ബീച്ച് ഷെയ്ഡ്, ചന്ദന ഷെയ്ഡ് എന്നൊക്കെ പറയാം. പിന്നെ വന്നിരിക്കുന്ന ഷെയ്ഡ് കുറച്ച് ഒരു ഡാർക്ക് പിങ്ക് ഷെയ്ഡ്. അപ്പൊ ഇത്രയും ഷെയ്ഡുകളിലാണ് ഈ ബാഗുകൾ അവൈലബിൾ ആയിരിക്കുന്നത്. ഇതിന്റെ എല്ലാം റേറ്റ് വന്നിരിക്കുന്നത് 400 രൂപ. നെക്സ്റ്റ് ബാഗ് വരുന്നത് അംബിക ബ്രാൻഡിൽ തന്നെ വന്നിരിക്കുന്ന ഒരു ബാഗാണ്. ഇതൊരു പൗഡർ ബ്ലൂ ഷെയ്ഡിൽ വന്നിരിക്കുന്നതാണ്. ഇതിന്റെ പുറമേയുള്ള ഡിസൈൻ ഇങ്ങനെയാണ്. ഇതില് ലെങ്തിലുള്ള നല്ല നീളമുള്ള ഷോൾഡർ സ്ലിംഗ് ബാഗ് ആണ്. ഇത് സ്ലിംഗ് ബാഗ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. നല്ല ലെങ്ത് ഉള്ള വാറാണ്. ഇതില് ഫ്രണ്ട് ഭാഗം വന്നിരിക്കുന്നതാണ് ഇതുപോലെ. പിന്നെ ഇതില് 2 കള്ളിയാണ് ഉള്ളത്. ഇതൊരു കള്ളി, പിന്നെ ഇത് വേറൊരു കള്ളി, പിന്നെ ഇത് 3 കള്ളി ഉണ്ട് കേട്ടോ. ഇതില് 3 അറകളാണ് ഇതിൽ വന്നിരിക്കുന്നത്. സെന്ററിൽ ഒരു കള്ളി, 2 സൈഡിലും ഇങ്ങനെ ഓരോ കള്ളികൾ.
പിന്നെ ഈ സെന്ററിലെ കള്ളിയില് സൈഡില് സിബ് ഇല്ലാത്ത ചെറിയൊരു പോക്കറ്റ് കൂടി അവൈലബിൾ ആണ്. പിന്നെ ബാക്ക് സൈഡില് വീണ്ടും ഒരു സിബും പോക്കറ്റും. ഇതിൽ നല്ലോണം അറകളുണ്ട്, 3 അറയുണ്ട് പുറത്ത് തന്നെ. അപ്പോ ഇതില് നമുക്ക് വെള്ളം കുപ്പി വെക്കാൻ പറ്റില്ല. ഒരു 400 ml ഒക്കെ വെള്ളം കുപ്പി വെക്കാൻ പറ്റുമായിരിക്കും, പക്ഷെ 3 ഫോൾഡിന്റെ കുട ഇതിൽ വെക്കാൻ പറ്റില്ല. ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഇതിൽ വെക്കാൻ പറ്റും. ഇതും ഒരു ഔട്ടിങ്ങിനൊക്കെ. ഇതിന്റെ 2 സൈഡിലും കണ്ടോ വീണ്ടും ഇങ്ങനെയാണ് ഇതിന്റെ ഡിസൈൻ വന്നിരിക്കുന്നത്. നല്ലൊരു ബാഗാണ്, അംബിക ബ്രാൻഡിന്റെ ബാഗാണ്. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 650. അപ്പൊ ഇതിന്റെ ഇപ്പൊ ഫസ്റ്റ് കാണിക്കുന്ന ഷെയ്ഡ് ഒരു പൗഡർ ബ്ലൂ പോലത്തെ ഒരു ഷെയ്ഡ്, പിന്നെ ഇതിൽ വന്നിരിക്കുന്ന ഷെയ്ഡ് ഇതാ ഒരു ബ്രൗണിന്റെ ഷെയ്ഡ്, പിന്നെ വന്നിരിക്കുന്നത് ഒരു ജെറ്റ് ബ്ലാക്ക് ഷെയ്ഡാണ്. ഇതിൽ സാധനങ്ങൾ വെച്ച് നിറഞ്ഞു കഴിയുമ്പോൾ ഇങ്ങനെ ഇരിക്കും കേട്ടോ. ഞാൻ ആദ്യം കാണിച്ച ബാഗില് ഞാൻ അതിൽ നിന്ന് പേപ്പറുകളൊക്കെ എടുത്തത് കൊണ്ടാണ് അത് ചളങ്ങിരുന്നത്. ഫുൾ സാധനങ്ങൾ വെച്ച് കഴിയുമ്പോൾ ഇതുപോലെ ഇരിക്കും. പിന്നത്തെ ഒരു കളർ വരുന്നത് ഇതാ നല്ലൊരു ബീജ് കളർ. അപ്പൊ ഇങ്ങനെ 4 കളറുകളിലാണ് ഈ ബാഗുകൾ അവൈലബിൾ ആയിരിക്കുന്നത്. ഇതിന്റെ എല്ലാം റേറ്റ് വന്നിരിക്കുന്നത് 650. നെക്സ്റ്റ് ബാഗ് വന്നിരിക്കുന്നത് ഇത് ഇങ്ങനെ പിടിക്കുമ്പോൾ ഇതിന്റെ ഷേപ്പ് കണ്ടോ, താഴേന്ന് ഇങ്ങനെ വീതി കുറഞ്ഞിട്ട് കുറച്ച് നീളമുള്ളൊരു ബാഗാണ്. ഇപ്പൊ സാധാരണ ഞാൻ നേരത്തെ ഒക്കെ കാണിച്ച ബാഗുകൾ അതൊക്കെ ഇങ്ങനെയുള്ള ലെങ്ത് ആണ് കൂടുതൽ, പക്ഷെ ഇതിനെങ്ങനെയാന്ന് വെച്ചാൽ കുറച്ച് പൊക്കാണ്. അതാണ് ഇതിന്റെ വ്യത്യാസം എന്ന് പറയുന്നത്. ഇതൊരു ചെറുപയർ പച്ചയുടെ ലൈറ്റ് ഷെയ്ഡാണ്. ഇത് ഇതുപോലെ ഒരു ഫ്ലാപ്പ് ആണ് ഫ്രണ്ടിൽ വരുന്നത്, ഒരു പ്രസ് ബട്ടൺ. ഇത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇതിൽ ഇഷ്ടം പോലെ സ്പേസ് ആണ്. ഇപ്പൊ ഇവിടെ ഒരു കള്ളി ഉണ്ട്, പിന്നെ ഇതിന്റെ ഉള്ളില് വീണ്ടും അടുത്തൊരു കള്ളി. ഇത് നീളത്തിൽ നമുക്ക് ഇടാനായിട്ടുള്ള നീളത്തിലുള്ള സ്ലിങ് ഇതിന്റെ ഉള്ളിലുണ്ട് കേട്ടോ. ഇത് സിബ് ഇട്ട് അടയ്ക്കുന്ന ഒരു കള്ളി. അതായത് സെന്ററിൽ മാത്രമാണ് സിബ് ഇട്ട് അടയ്ക്കാൻ പറ്റുള്ളൂ, ബാക്കി 2 കള്ളികളിലും സിബ് ഇല്ല. ഇതുപോലെ 2 പോർഷൻ ആണ്. പിന്നെ ഈ 2 സിബ് ഇല്ലാത്തത് കൊണ്ട് കുഴപ്പമില്ല, കാരണം അതിനെ മൊത്തം കവർ ചെയ്തിട്ട് ഓവർലാപ്പ് ചെയ്തതുപോലെ ഒരു ഫ്ലാപ്പ് ആണ് വന്നിരിക്കുന്നത്. പിന്നെ ഇതിന്റെ ബാക്ക് സൈഡില് ഇതുപോലെ ഒരു സിബും പൗച്ചും വേറെ ഉണ്ട്. അപ്പോ നല്ലൊരു ബാഗാണ്, നമുക്ക് അത്യാവശ്യം സാധനങ്ങളൊക്കെ വെക്കാം. പക്ഷെ 3 ഫോൾഡിന്റെ കൂടെയോ 500 ml വെള്ളം കുപ്പി ഒന്നും ഇതിൽ വെക്കാൻ പറ്റില്ല. എന്നിരുന്നാലും ഇത് ഒരു ഷേപ്പിന് ഒരു വ്യത്യാസവും ഇതില് അല്ലാതെയുള്ള സാധനങ്ങൾ ഇപ്പൊ വെള്ളം കുപ്പിയും കണ്ണാടിയും ഒക്കെ കണ്ണാടി കൂടി ഇതിൽ വെക്കാൻ പറ്റും. വെള്ളം കുപ്പിയും പിന്നെന്താ 3 ഫോൾഡിന്റെ കൂടെയും ഒഴികെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇതിൽ വെക്കാൻ പറ്റും. ഇത് നമുക്ക് യാത്ര പോകുമ്പോൾ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ബാഗാണ്. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 660. ഇത് ഒരു ലൈറ്റ് ചെറുപയർ പച്ചയാണ്. പിന്നത്തെ ഒരു ഷെയ്ഡ് ഇതിൽ വന്നിരിക്കുന്നത് ഡാർക്ക് മെറൂൺ ഷെയ്ഡ്. ഇങ്ങനെ 2 ഷെയ്ഡുകളിലാണ് ഈ ബാഗുകൾ അവൈലബിൾ ആയിരിക്കുന്നത്. ഇതിന്റെ 2ന്റെ റേറ്റ് വന്നിരിക്കുന്നത് 660. നെക്സ്റ്റ് ബാഗ് നല്ലൊരു ജെറ്റ് ബ്ലാക്ക് ഷെയ്ഡില് നമുക്ക് നല്ല ലെങ്ത്തില് ഷോൾഡർ ബാഗ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ബാഗുകളാണ് കേട്ടോ. ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ ആയിട്ട് ആരൊക്കെയോ എന്നോട് ഈ ലെങ്ത്തിൽ ഇടാൻ പറ്റുന്ന ഷോൾഡർ ബാഗുകൾ ചെറുത് ചോദിച്ചായിരുന്നു. കണ്ടോ, ഇതുപോലെ നല്ല ലെങ്ത്തിൽ ഇടാൻ പറ്റും. നല്ല ഭംഗിയുള്ള ഒരു ഷോൾഡർ ബാഗാണ്. നല്ല ജെറ്റ് ബ്ലാക്ക് ഷെയ്ഡാണ്. അംബിക ബ്രാൻഡിൽ വരുന്ന ബാഗാണ്. ഇതിന്റെ ഫ്രണ്ട് സൈഡ് കണ്ട ഇങ്ങനെ ഒരു ചെറിയതായിട്ട് ഈ പായ നെയ്തതുപോലെ അങ്ങനെയുള്ളൊരു ഫിനിഷിംഗ് ആണ് ഫ്രണ്ട് സൈഡിൽ വരുന്നത്. ബാക്ക് സൈഡിൽ ഒരു സിബും പോക്കറ്റും ഉണ്ട്. ഇനി ഇത് കൂടാതെ ഇത് കണ്ട ഇപ്പൊ ഫ്രണ്ട് സൈഡിൽ ഇങ്ങനെ ഒരു പ്രസ് ബട്ടൺ തുറന്നു കഴിയുമ്പോൾ ഇവിടെ ഒരു പോർഷൻ ഉണ്ട്. ഇതിൽ നമുക്ക് എന്തെങ്കിലും സാധനങ്ങൾ വെക്കാം. അതുപോലെ തന്നെ ബാക്ക് സൈഡിലും ഒരു പ്രസ് ബട്ടൺ ആണ്. ഇത് തുറന്നു കഴിയുമ്പോൾ ഇതിലും നമുക്ക് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വെക്കാൻ പറ്റും. അത് കൂടാതെ പിന്നെ സെന്ററിൽ ഇങ്ങനെ ഒരു കള്ളിയാണ് സെന്ററിൽ വന്നിരിക്കുന്നത്. അപ്പോ ഇതിപ്പോ ഞാൻ ഫുൾ സാധനങ്ങൾ ഇതിന്റെ ഉള്ളിൽ സാധനങ്ങൾ നിറഞ്ഞാൽ ഇതേ ഷേപ്പ്. ഇപ്പൊ ഇതിന്റെ ഉള്ളിൽ നിന്ന് ഞാൻ ഈ സാധനങ്ങളൊക്കെ എടുത്തു മാറ്റിയിട്ട് ഇതിന്റെ ഒരു കളർ ഷെയ്ഡാണ് ഈ വന്നിരിക്കുന്നത്. കണ്ട, അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇങ്ങനെയാണ് ഇതിന്റെ സെന്ററിലെ പേപ്പറുകളൊക്കെ എടുത്ത് മാറ്റുമ്പോൾ ഇതിലുള്ള സ്പേസ്. ഇതിന്റെ ഉള്ളിലും ഒരു സിബും ഒരു പോക്കറ്റും ഉണ്ട്. ഇതിൽ നമുക്ക് ഒരു 3 ഫോൾഡിന്റെ കൂടെ ഇടാൻ പറ്റും എന്നാണ് എന്റെ പ്രതീക്ഷ. പറ്റുമായിരിക്കാം. അപ്പം ഇത് ഫസ്റ്റ് കാണിച്ചത് ഒരു ജെറ്റ് ബ്ലാക്ക് ഷെയ്ഡ്, പിന്നെ കാണിച്ചത് ഒരു പിങ്കിന്റെ ഷെയ്ഡ്, പിന്നെ വരുന്നത് നല്ലൊരു ബീജ് ഷെയ്ഡ്. ഇങ്ങനെ 3 ഷെയ്ഡുകളിലാണ് ഈ ബാഗുകൾ അവൈലബിൾ ആയിരിക്കുന്നത്. ഇതിന്റെ എല്ലാം റേറ്റ് 700 രൂപ. ഇത് നല്ല ബാഗാണ് കേട്ടോ, നല്ല ക്വാളിറ്റിയുള്ള നല്ല ബാഗുകളാണിത്. നെക്സ്റ്റ് ബാഗ് എന്ന് പറയുന്നത് ഇത് ഞാൻ കുറെ പ്രാവശ്യം ഫ്ലോണ്ടിറ്റ് എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ
ബാഗുകൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ അതിൽ തന്നെ കാണിച്ചിരുന്ന ഈ ബാഗും ഞാൻ മുമ്പ് കാണിച്ചിട്ടുണ്ട്. ഇത് ഈ ഫ്ലോണ്ടിറ്റ് ബാഗുകൾ ഭയങ്കര സോഫ്റ്റ് ആണ് കേട്ടോ. എന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചവർക്ക് അതറിയാം. അപ്പൊ ഇതും ഞാൻ മുമ്പ് കാണിച്ചിരുന്ന ഒരു ബാഗ് തന്നെയായിരുന്നു. ഫ്രണ്ട് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത്. ഒരു ഡിസൈൻ കണ്ടോ, സിക്സ് ആഡ് പോലെ ഒരു ഡിസൈൻ ആണ്. പിന്നെ ഫ്രണ്ടില് ഒരു സിബും, നല്ല സ്പേഷ്യസ് ആണ്. ഇതിന്റെ ഉള്ളിൽ ഇത്ര സ്പേസ്. ബാക്ക് സൈഡിലും ഒരു സിബും ഉണ്ട്. അവിടെയും ഇതുപോലെ തന്നെ ഒരു കള്ളിയുണ്ട്. ഇനി അത് കൂടാതെ സെന്ററിലേക്ക് വരുമ്പോ ഇതിൽ 2 കള്ളിയാണ്. ഫസ്റ്റ് കള്ളി ഇത് നമുക്ക് ലെങ്ത്തിൽ ഇടാനായിട്ടുള്ള ഷോൾഡറിൽ സ്ലിംഗ് ബാഗ് ആയിട്ട് ഉപയോഗിക്കാനുള്ള സ്ലിംഗ് ആണ് ഇതിന്റെ ഉള്ളിൽ വെച്ചിരിക്കുന്നത് കേട്ടോ. ഒരു കള്ളിയാണ് ഇത്. ഇനി അടുത്ത കള്ളി തുറക്കുമ്പോഴും അതുപോലെ തന്നെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള കള്ളിയാണ്. ഇതിൽ നമുക്കൊരു 3 ഫോൾഡിന്റെ കൂടെ ഇടാൻ പറ്റും, വെള്ളം കുപ്പി വെക്കാൻ പറ്റും. ഇത് ബാക്കി കണ്ണാടിക്കോട് സാധനങ്ങള്, മൊബൈല്, അങ്ങനെ എല്ലാ സാധനങ്ങളും നമുക്ക് ഇതിൽ ഇടാൻ പറ്റും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബാഗാണ് ഇത്. നല്ലൊരു കോഫി ബ്രൗൺ ഷെയ്ഡാണ്. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 535. ഇനി ഇതിൽ ഒരു ഷെയ്ഡ് കൂടി അവൈലബിൾ ആയിരിക്കുന്നത് ഇതുപോലെ ജെറ്റ് ബ്ലാക്ക് ഷെയ്ഡാണ്. ഇങ്ങനെ 2 ഷെയ്ഡുകളിലാണ് ഈ ബാഗുകൾ അവൈലബിൾ ആയിരിക്കുന്നത്. നെക്സ്റ്റ് ബാഗും ഇതുപോലെ നല്ല ലെങ്ത്തിൽ ഷോൾഡർ ബാഗ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ബാഗാണ്. നല്ലൊരു ഗ്രേ ഷെയ്ഡ്. ഇതും ഫ്ലോണ്ടിറ്റ് എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ തന്നെയാണ്. ഇത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബാഗാണ്. ഇത് ഞാൻ മുമ്പ് കാണിച്ചിട്ടുണ്ട്. ഇതിപ്പോ ഒരു സിംഗിൾ പീസ് മാത്രമാണ് ഉള്ളൂ. ഇതില് 3 കള്ളിയാണ് കണ്ടോ, 3 സിബാണ് ഇതിൽ വരുന്നത്. ഇതൊരെണ്ണം, ഇതൊരെണ്ണം, ഇതൊരെണ്ണം. ഇതിന്റെ ഉള്ളിൽ പേപ്പറുകൾ നിറച്ചാൽ, സാധനങ്ങൾ വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഔട്ട്ലുക്ക് വരുന്നത് ഇതുപോലെയാണ്. അപ്പോ ഇതിന്റെ ഉള്ളില് 3 ഫോൾഡിന്റെ കുട വെക്കാനായിട്ട് പറ്റില്ല കേട്ടോ. ഇതിന്റെ ഓരോ കള്ളിയുടെയും ഉള്ളില് ഇതുപോലെ ഒരു സിബും പോക്കറ്റും ഉണ്ട്. എല്ലാ കള്ളിയിലും ഉണ്ടോ നോക്കട്ടെ കേട്ടോ. ഇല്ല, ഒരു കള്ളിയിൽ മാത്രമാണ് സിബും പോക്കറ്റും ഉള്ളൂ. ബാക്കിയുള്ള കള്ളികളിലൊന്നും ഉള്ളില് വേറെ സിബും പോക്കറ്റും ഇല്ല കേട്ടോ. ഇത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ബാഗാണ്. നല്ല ബാഗാണ്. നിങ്ങളുടെ കയ്യിൽ കിട്ടും. ഇതും എന്റെ കയ്യിൽ നിന്ന് കുറെ പേര് മേടിച്ചിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ കിട്ടി കഴിയുമ്പോഴാണ് അതിന്റെ ആ ഒരു ഫീല് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. നല്ല ബാഗുകളാണ്. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 525. നെക്സ്റ്റ് ബാഗ് ക്യാച്ചി എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ബാഗാണ്. ഇതിന് ഇങ്ങനെയാണ് വാറുള്ളൂ. അപ്പൊ നമുക്ക് കയ്യിൽ ഇങ്ങനെ ഇട്ടുകൊണ്ട് നടക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഷോൾഡറിൽ ഇങ്ങനെ ഇടാം. ഇതിന് 2 പറ്റുള്ളൂ. അതല്ലാതെ ഒരുപാട് ലെങ്ത്തിൽ ഇടാൻ പറ്റുന്ന ബാഗ് അല്ല. ഇതിന്റെ കളർ എന്ന് പറയുന്നത് ഒരു കൗഡൻ ഗ്രീൻ കളറാണ്. ഇതിന്റെ പ്രത്യേകത വെച്ചാൽ ഇഷ്ടംമാതിരി കള്ളികളാണ്. ഇപ്പൊ നോക്കാം, ഇവിടെ പുറത്ത് ഒരു കള്ളി, ഇനി അത് കഴിഞ്ഞ് ഇതിന്റെ ഉള്ളില് വീണ്ടും ഒരു കള്ളിയുണ്ട്. പിന്നെ ഇതിന്റെ സെന്ററിൽ വീണ്ടും ഒരു കള്ളി, പിന്നെ ഇവിടെ വീണ്ടും ഒരു അറയുണ്ട്, പിന്നെ ബാക്കിൽ വീണ്ടും ഒരു അറ. അപ്പൊ അങ്ങനെ മൊത്തം 1 2 3 4 5 അറകള് ഈ ബാഗിനുണ്ട്. നല്ലൊരു ബാഗാണ്. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 800 രൂപ. ഈ അടിവശത്ത് കണ്ടോ ഇത്രയ്ക്കും വീതിയില്ലേ, അപ്പൊ ഇത്രയും സ്പേസ് നമുക്ക് ഇതിന്റെ ഉള്ളിലും കിട്ടും. ഇത് വളരെ സിമ്പിൾ ആണ് ഈ ബാഗ്, പക്ഷെ നല്ല സ്പേഷ്യസ് ആണ്. ഇഷ്ടം പോലെ അറകളുണ്ട്. ഇത് ആദ്യം വന്നിരിക്കുന്നത് ഒരു കൗഡൻ ഗ്രീൻ ഷെയ്ഡാണ്. പിന്നെ വന്നിരിക്കുന്ന ഷെയ്ഡ് എന്ന് പറയുന്നത് ഒരു ഗ്രേ ഷെയ്ഡ്. അപ്പൊ ഇങ്ങനെ 2 ഷെയ്ഡുകളിലാണ് ഈ ബാഗുകൾ അവൈലബിൾ ആയിരിക്കുന്നത്. ഇതിന്റെ 2ന്റെയും റേറ്റ് വന്നിരിക്കുന്നത് 800 രൂപ. നെക്സ്റ്റ് ബാഗ്, ഇതും ഞാൻ മുമ്പ് കാണിച്ചിട്ടുള്ള ഒരു ബാഗാണ്. ഇത് ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡിലാണ് ഈ ബാഗ് വന്നിരിക്കുന്നത്. ഇതിന്റെ ഡിസൈൻ കണ്ട ഒരു മാർബിൾ പ്രിന്റ് പോലത്തെ ഒരു ഡിസൈൻ ആണ് ഈ ബാഗിൽ വന്നിരിക്കുന്നത്. ഇതിന്റെ ഫ്ലാപ്പ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എന്താ പറയാ, സ്ലാൻഡിങ് ആയിട്ടാണ് പോയിരിക്കുന്നത്. ഒരു വശത്തുനിന്ന് ഇങ്ങനെ ചെരിഞ്ഞാണ് പോയിരിക്കുന്നത് ഇതിന്റെ ഫ്ലാപ്പ്. ഇത് നമുക്ക് ഷോൾഡർ ബാഗ് ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. സ്ലിങ്ങിന് നല്ല നീളമുള്ളതാണ്. ഇത് 2 പ്രസ് ബട്ടൺ ആണ് ഇതിൽ വന്നിരിക്കുന്നത്. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇതിന്റെ നീളത്തിലുള്ള വാറ് കണ്ടോ, നല്ല ലെങ്തിലുള്ള സ്ലിങ് ആണ്. ഇതില് 2 കള്ളികളാണ് വന്നിരിക്കുന്നത്. ഇതുപോലെ 2 കള്ളിയാണ് ഇതിലുള്ളത്. അപ്പൊ ഇതില് നമുക്ക് ഒരു 3 ഫോൾഡിന്റെ കുട ഞാൻ ഇതിന്റെ ഉള്ളിൽ വെച്ച് നോക്കിയിട്ടില്ല. പക്ഷെ ഒരു 400 ml വെള്ളം കുപ്പി ഇതിൽ കൊള്ളും. പിന്നെ ബാക്കിയുള്ള സാധനങ്ങൾ, മൊബൈല്, കണ്ണാടിക്കോട്, പാസ്ബുക്ക്, അങ്ങനെയുള്ള പേപ്പറുകൾ എല്ലാം നമുക്ക് ഇതിൽ വെക്കാൻ പറ്റുന്നതാണ്. ഇത് നമുക്കൊരു യാത്രയ്ക്ക് പോകുമ്പോൾ സിമ്പിൾ ആയിട്ട് ഒരു ബാഗ് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ബാഗാണ്. ബാക്ക് സൈഡിലും ഒരു സിബും ഒരു പോക്കറ്റും ഉണ്ട്. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 565. ഇപ്പൊ ആദ്യം കാണിക്കുന്നത് ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡ്, പിന്നത്തെ ഒരു ഷെയ്ഡ് എന്ന് പറയുന്നത് ഡാർക്ക് നേവി ബ്ലൂ ഷെയ്ഡ്. ഇങ്ങനെ 2 ഷെയ്ഡുകളിലാണ് ഈ ബാഗുകൾ അവൈലബിൾ ആയിരിക്കുന്നത്.
നെക്സ്റ്റ് ബാഗ് വന്നിരിക്കുന്നത് അംബിക ബ്രാൻഡിൽ തന്നെ വന്നിരിക്കുന്ന ഒരു ബാഗാണ്. ഇത് ഞാൻ മുമ്പ് കാണിച്ചിട്ടുണ്ട്. കണ്ടോ, ഒരു മെയിൻ ആയിട്ടുള്ള ഒരു പോർഷന്റെ കൂടെ വേറൊരു പീസ് അറ്റാച്ച് ചെയ്തത് പോലെയാണ് നമുക്ക് തോന്നുക കാണുമ്പോൾ. കണ്ടോ, രണ്ട് സെക്ഷൻ ആയിട്ട് ഇരിക്കുന്നത് പോലെ തോന്നും. ഇതും നല്ല ഭംഗിയുള്ള നല്ലൊരു ബാഗാണ്. നമുക്ക് യാത്രയ്ക്കൊക്കെ പോകുമ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്ന, സിമ്പിൾ ആയിട്ട് ഒരു ഔട്ടിങ്ങിനൊക്കെ പോകുമ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ബാഗാണ്. ഇതിന്റെ ഫ്രണ്ട് പോർഷനിൽ ഒരു പോക്കറ്റും ഇത്രയും സ്പേസ് ഉണ്ട് ഫ്രണ്ട് ഭാഗത്തില് ഉള്ളതിന്. പിന്നെ ഇതിന്റെ സെന്ററിൽ ഇങ്ങനെ ഇതിന് 3 ഫോൾഡിന്റെ കുട വെക്കാൻ പറ്റില്ല കേട്ടോ. കണ്ടോ, ഇത്രയും സ്പേസ് ആണ് ഇതിന്റെ ഉള്ളിലുള്ളത്. ബാക്ക് സൈഡില് ഇതുപോലെ ഒരു സിബും പോക്കറ്റും ഉണ്ട്. ഇതിന്റെ അടിഭാഗം കണ്ടോ, 2 സെക്ഷൻ ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോ ഒരെണ്ണത്തിൽ ഇത്രയും സ്പേസും ഒരെണ്ണത്തിൽ ഇത്രയും സ്പേസും. ഇത് നല്ല ലെങ്തില് ഉള്ള ഷോൾഡറിന് ഇടാൻ പറ്റിയ സ്ലിംഗ് ആണ്. ഇതിന്റെ കളർ വന്നിരിക്കുന്നത് ഒരു ബ്രൗൺ ആണ്. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 750. 750 വരാൻ കാരണം ഇത് ബ്രാൻഡഡ് ബാഗുകൾ ആയതുകൊണ്ടാണ് ഈ 750 അംബിക ബ്രാൻഡിന് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഒരു കളറ് ഇതാണ്. പിന്നെ വന്നിരിക്കുന്ന കളർ എന്ന് പറയുന്നത് ഒരു പീകോക്ക് ബ്ലൂവിന്റെ ഒക്കെ ഒരു ഷെയ്ഡാണ്. ഇങ്ങനെ 2 ഷെയ്ഡുകളിലാണ് ഈ ബാഗുകൾ അവൈലബിൾ ആയിരിക്കുന്നത്. ഇതിന്റെ രണ്ടിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 750 രൂപ. അപ്പോൾ ഇന്ന് ഈ കാണിച്ച ബാഗുകളിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. പോസ്റ്റ് വഴിയോ കൊറിയർ വഴിയോ ഞങ്ങൾ അയച്ചു തരുന്നതായിരിക്കും. അതുപോലെ ആദ്യമായിട്ടാണ് ഈ ചാനൽ ആരെങ്കിലും കാണുന്നെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇപ്പൊ ആരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല കേട്ടോ. അല്ലാതെ വീഡിയോസ് കാണാണ്. നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസ് കണ്ടോളൂ കേട്ടോ. അപ്പോ ഞാൻ ആദ്യം പറഞ്ഞ കാര്യം മറക്കരുത്. പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ തന്നെ എനിക്ക് സ്ക്രീൻഷോട്ട് ഇടാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.